നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ വലിയൊരു കാർമേഘം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ലോകത്തിൻ്റെയും ആകാശത്തുനിന്നും ഒഴിഞ്ഞുപോയിരിക്കുന്നു. വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷയും നൽകുന്ന വാർത്ത തന്നെയാണ് വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തി എന്നുള്ളത്. അതിനുശേഷവും ചില പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും വീണ്ടും വെടിനിർത്തലിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ആശ്വാസം തന്നെയാണ്. ഒരു യുദ്ധം ഒരിക്കലും ഇന്ത്യയെ പോലെ ഒരു രാജ്യം ആഗ്രഹിച്ചിരുന്നില്ല. പാകിസ്ഥാനാണ് ഇന്ത്യയെ ഇത്തരമൊരു സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചത്. അവിടെ ആ തിരിച്ചടി നൽകുക എന്നതിനപ്പുറത്തേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും അതുണ്ടാക്കാവുന്ന വലിയ ദുരന്തങ്ങൾ, ജീവനാശങ്ങൾ രണ്ടു ഭാഗത്തും, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടൊക്കെ രാജ്യം ചിലപ്പോൾ ഒരു പതിറ്റാണ്ട് വരെ പിന്നോട്ട് പോകാനുള്ള സാധ്യത, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടും പക്വതയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്കുമൊക്കെയാണ് ഇന്ത്യ ഇത്തരമൊരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ഇന്ത്യയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു രാജ്യത്തിനുണ്ടാകുമ്പോൾ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് രാജ്യത്തിന് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ പക്വമായ ഒരു നിലപാട്. ഇന്ത്യൻ പ്രതിപക്ഷം അക്കാര്യത്തിൽ അതിശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു. പ്രതിപക്ഷത്തിന് ഇന്ത്യ സർക്കാർ സ്വീകരിക്കുന്ന എന്ത് നിലപാടിനും സർവകക്ഷി യോഗത്തിലടക്കം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളും ഇന്ത്യ സർക്കാർ എടുക്കുന്ന ഏതു നിലപാടിനും ഒപ്പമാണ് ഞങ്ങൾ എന്നുള്ള അംഗീകാരം കൊടുക്കുന്നു. ഇന്ത്യ സർക്കാരിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള ശക്തമായ അധികാരം നൽകുന്നു. ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കാണിക്കുന്നു. പക്ഷേ നേരെ മറിച്ച് പാകിസ്ഥാന്റെ അവസ്ഥ ആലോചിക്കണം. പാകിസ്ഥാനിൽ ഈ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ, എന്തിന് അവിടുത്തെ ഒരു MP അടക്കം പാർലമെന്റിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ത്യയെ ഭയമാണോ? പാകിസ്ഥാനിലെ ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ കുരുതി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അവിടെ നിങ്ങൾ മോദിയെ എതിർക്കുന്നില്ല എന്നടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അവർ പറയുന്നു. മറ്റൊരു പ്രതിപക്ഷ പാർട്ടി ഇമ്രാൻഖാനെ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ വലിയ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നയിക്കുന്നു. ബിലാവൽ ഭൂട്ടോ ആണെങ്കിൽ സർക്കാരിനേക്കാൾ അതിശക്തമായി ഇന്ത്യയെ ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കും, ഇന്ത്യക്ക് പ്രകോപനപരമായ ഒട്ടേറെ സംഭാഷണങ്ങൾ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഒരു നയതന്ത്രം നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പൊളിക്കുന്ന രീതിയിലേക്കാണ് ആ തരത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പ്രതിപക്ഷ പാർട്ടികളാകെ പാകിസ്ഥാൻ ഒപ്പം നിൽക്കാതെ അവർ വ്യത്യസ്തമായ നിലപാടൊക്കെ സ്വീകരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോടുകൂടി നിന്ന് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിന് തന്നെ മാതൃകയല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷ നിലപാട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും അഭിപ്രായം പറയാം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാറാണ് ആദ്യം പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ജയകുമാർ, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ഒരു രാജ്യം നീങ്ങുന്ന ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പ്രതിപക്ഷത്തിന് പല സംശയങ്ങളും ഒക്കെയുണ്ട്, പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ തയ്യാറായി. പക്ഷേ പാകിസ്ഥാനിലെ പ്രതിപക്ഷം അങ്ങനെ ആയിരുന്നില്ല. അവർ ഓരോരുത്തരും വ്യത്യസ്തമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ആ സമയത്ത് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ നിലപാട് മാതൃകാപരമല്ലേ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഇത് വലിയ മാതൃകാപരമാണ് സാറേ. ലോക രാജ്യങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഓരോ ചെറു പാർട്ടിയും ഓരോ പ്രതിപക്ഷത്തെ ചെറു പാർട്ടികളും വലിയ പാർട്ടികളും എല്ലാം കൂടെ നമ്മുടെ ഗവൺമെന്റിന് അങ്ങേ അറ്റം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ നിന്ന് നല്ലൊരു നേട്ടം കൈവരിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് സാറേ. അതോടൊപ്പം തന്നെ നമ്മളുടെ ജനങ്ങൾക്കുള്ള ആശങ്കകളും ഇവര് ഒരു സമ്മേളനം വിളിച്ച് ദൂരീകരിക്കേണ്ടതാണ്. പല ചോദ്യങ്ങളും കാണും. നമ്മൾ അകറ്റി നിർത്തിയിരുന്ന രാഷ്ട്രങ്ങളൊക്കെ എങ്ങനെ ഇതിൽ ഇടപെട്ടു, ആരൊക്കെ ഇടപെട്ടു, അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതും ഇതിനകത്തൂടെ ഉണ്ടാവും സാറേ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഐക്യത്തോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥ, യഥാർത്ഥത്തിൽ അത് ലോകത്തിന് തന്നെ മാതൃകയല്ലേ? അത് സംസ്കാരവും വിവരവും ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ നിന്നത്. പിന്നെ പാകിസ്ഥാന് സംസ്കാരവും വിവരവും ഇല്ലല്ലോ. അവിടെ തന്നെ ഇന്നലെ തന്നെ കണ്ടിട്ടില്ലേ പിന്നെ ഒരു വെടിനിർത്തൽ കരാറ് ലംഘിച്ചിട്ട് പിന്നെ ആരാ ഭരിക്കുന്ന ആള് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കേണ്ട, ഇത് അവരൊന്നും വിലയും നിലയില്ലല്ലോ. അത് ഇന്ത്യയും അതുമായിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ അതല്ലേ കാണിക്കുന്നത്. പിന്നെ വാളെടുത്തവൻ വാളാൽ മരിക്കുന്ന പറഞ്ഞ പോലെ അവര് ചെയ്ത കർമ്മം അവര് തന്നെ വീട്ടു, അവർക്ക് തന്നെ ഇന്ത്യ അങ്ങനെ ചെയ്തുകൊണ്ട് ശാന്തി സമാധാനമായി
പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ പിന്നോട്ട് പോവും, പിന്നെ നിരപരാധികൾ മരിക്കും. ഇങ്ങനെയൊരു സമാധാനം ഇങ്ങനെ വന്നത് നല്ലത്. കോവിഡിന് കുറേ മയപ്പാറ്റം മരിക്കുന്ന പോലെ മരിക്കും. എന്തായാലും അത്തരത്തിൽ ഇന്ത്യ ഒരു പക്വമായ നിലപാട് സ്വീകരിച്ചതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ആൾക്കാർ വൈകാരികമായി പ്രതികരിച്ചെങ്കിലും പൊതുവെ ഇന്ത്യക്കാർ ആ നിലപാട് സ്വീകരിക്കുന്നു. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, പാകിസ്ഥാനിൽ പ്രതിപക്ഷ പാർട്ടികൾ ഓരോരുത്തരും ഓരോ നിലപാടുമായി നിന്ന് പാകിസ്ഥാൻ സർക്കാരിനെ ഒരു പ്രതിസന്ധിയുടെ യുദ്ധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിൽ അവരെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ യഥാർത്ഥത്തിൽ വളരെ മാതൃകാപരമായ, ലോകത്തിന് തന്നെ മാതൃകാപരമായ ഒരു നിലപാടല്ലേ സ്വീകരിച്ചത്? തീർച്ചയായിട്ടും അത് ശരിയാണ്. പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞത് കിരൺ പറഞ്ഞപ്പോൾ പറയാ, ഈ പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം അവിടെ ടെററിസം വളർത്തുക, ടെററിസം പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അവിടെ ഡെമോക്രസി എന്ന് പറഞ്ഞത് ഇല്ലല്ലോ. നമ്മളോട് അതല്ല, നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്ക് സമാധാനത്തിന്റെ പാത. അങ്ങേയറ്റം നിവൃത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം പ്രതികളുടെ പക്ഷമാവാൻ പാടില്ല. കാരണം ഡെസ്കിന്റെ മുകളിൽ കൂടെ പോയി ഞാൻ അത് പറയുന്നില്ല, പോട്ടെ. അപ്പോ അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ ഈ യുദ്ധം നടക്കുന്ന അതിന്റെ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി തോന്നുന്നു, ജനങ്ങൾ ഒറ്റക്കെട്ടായി തോന്നുന്നു, മറ്റേ മീഡിയാസ് ഒറ്റക്കെട്ടായി തോന്നുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തോന്നുന്നു. ഇനി ചോദ്യങ്ങൾ ചോദിക്കണം. അത് ജനങ്ങളുടെ ജിഹുവാണ്, ജിഹുവാണ്. അതെ, ചോദ്യങ്ങൾ ചോദിക്കണം. സ്വാഭാവികമായും ഇത് ഒരു കാര്യം അവസാനിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധി അവസാനിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ പറ്റിയത്, അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയരേണ്ടത് തന്നെയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കേണ്ടതുമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ യഥാർത്ഥത്തിൽ വളരെ പക്വമായ ഒരു നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. നമ്മളെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു ചരടുമാരി അയക്കണേ, ഒരു ചരടുമാരി. അത് അങ്ങനെ കാലാകാലം നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ, യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ അത് ലോകത്തിന് സർവനാശാണ്, ലോകത്തിന് സർവനാശാണ്. ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തീർത്തത് വളരെയധികം ഉചിതമായ നടപടിയാണ്. എങ്കിലും കൂടിയിട്ട് ഇപ്പൊ അവിടെ ഇവിടെ ഓരോ പൊട്ടലും ചീട്ടിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ചാനലിലൂടെ കണ്ടു. അതാണ് ഒരു അത്ഭുതം. ശരി, എന്തായാലും അത്തരം ഒരു നല്ല പോസിറ്റീവായ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഘടകം. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളൊക്കെ എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ കണ്ടു പഠിക്കേണ്ടതല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ എല്ലാ കാലത്തും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ്. അതെ, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഇന്ത്യൻ പട്ടാളവും വളരെ ശാന്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതിർത്തിക്ക് അവരുടെ ജീവനുകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ളത്. ഒരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായും നഷ്ടപ്പെടുകയൊക്കെ നമ്മുടെ ജവാന്മാർ, അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ ജീവനായിരിക്കും. അതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളല്ല ഭീകരവാദികൾ. ആ ഭീകരവാദികൾ നമ്മൾ കൊന്നു. ആ സമയത്തും മല്ലികാർജുൻ ഖാർഗെ എന്താ പറഞ്ഞത്? അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ലേ പോലെ അത് എതിർത്തതിന്റെ ശേഷമാണ് കോൺഗ്രസിന് മാറ്റം ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഈ യുദ്ധം ഒരു ശാശ്വത പരിഹാരമല്ല. ഖാർഗെ പറഞ്ഞല്ലോ, നമ്മൾ കേട്ടതല്ലേ ചർച്ചയിലൂടെ പലരും പ്രതികരിച്ചപ്പോഴാണ് ഖാർഗെ അതിൽ മാറിയത്. ഒരിക്കലും നമ്മുടെ രാജ്യത്ത്. മണിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ മണി, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പക്വതയാർന്ന ഈ നിലപാടിനെ കാണുന്നത്? എന്ത് പക്വത? നിങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ പുൽവാമ അറ്റാക്കിന് ശേഷം കേൾക്കൂ നിർത്തു പുൽവാമ അറ്റാക്കിന് ഞാനൊന്നും പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞോളൂ. പുൽവാമ അറ്റാക്കിന് ശേഷം അവര് തെളിവ് ചോദിക്കില്ലായിരുന്നു. സൈന്യത്തോട് തെളിവ് ചോദിച്ച ആൾക്കാരല്ലേ? അല്ല, അത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? നമ്മൾ ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ്മോർട്ടം സ്വാഭാവികമായി ഉണ്ടാവും. ആ യുദ്ധ സമയത്ത് ഒരുമിച്ച് നിൽക്കുക, അതിനുശേഷം അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളത് അല്ലേ ലോകത്തിന് അറിയണ്ടേ? ആത്മാർത്ഥം ഇവരുടെ മുഖം കാണുന്ന ഫോട്ടോസ് കണ്ടറിയാം. ഇവരുടെ ഫോട്ടോസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ആ സർവക്ഷീണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ മുഖം നോക്കി അറിയാം അസൂയയും കുശുമ്പുമുള്ള ടീം. അതങ്ങനെയാണ് മുഖം നോക്കിയ ആളുകളുടെ. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ തലവനും ഒക്കെ പറഞ്ഞില്ലേ, അവിടെ പ്രധാനമന്ത്രി യോഗത്തിന് വരാത്തത് എന്താണെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോലും അതൊന്നും അല്ല ഇപ്പോഴത്തെ. യോഗത്തിനകത്ത് പറഞ്ഞു വരണമായിരുന്നു, പക്ഷേ യോഗത്തിന് പുറത്തു വന്ന് പറഞ്ഞു അങ്ങനെയല്ല, അതൊന്നും ചോദിക്കേണ്ട വിഷയമല്ല, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണല്ലേ പറഞ്ഞത്. ഒരുമിച്ച് നിന്നതൊക്കെ നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ പുൽവാമ അറ്റാക്കിന്റെ സമയത്ത് അതെങ്ങനെയാണ്? അതിനുശേഷമല്ലേ ചോദിച്ചത്? പുൽവാമ അറ്റാക്കിന് ശേഷം ആളുകൾ തെളിവ് ചോദിക്കില്ലേ? ഇതിനും തെളിവ് ചോദിക്കില്ലേ? ഇനിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല, അതിന്റെ ഇടയിൽ തന്നെ കയറി ചോദിച്ചിരുന്നു. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയും ഒക്കെ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തൊക്കെ പലരും ആ സമയത്ത് തന്നെ ചോദിച്ചിട്ടില്ലേ? പോലും ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങും. നിങ്ങൾ ഇത്ര നാളും ഗതികേട് കൊണ്ട് സപ്പോർട്ട് ചെയ്താണ്. അങ്ങനെ ഗതികേട് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ശ്രീമണി,
അത് അവർ എത്രയോ കാലമായി ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ത്യയുടെ ഒരു ഐക്യത്തിന് വേണ്ടി നിലനിന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഗതികേടെന്ന് പറയുന്നത് എങ്ങനെയാണ് താങ്കൾ? ജനരോഷം പേടിച്ചിട്ടാണ്, അല്ലാണ്ട് ഒന്നുമല്ല അത്. അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? ഒരു ആ പാർട്ടിക്ക് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിച്ചുകൂടെ? പണ്ട് അങ്ങനെയല്ലല്ലോ, വ്യത്യസ്ത നിലപാടുകൾ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിട്ടില്ലേ? ഓരോ സമയത്തും ഇന്ദിരാഗാന്ധി മുതല് ഓരോ സമയത്തും നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയും പല കാര്യങ്ങൾ ചെയ്ത ആ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അറിയാം. ശ്രീമണി, ഇന്ത്യ ലോകത്ത് തന്നെ വിജയിച്ച അപൂർവ യുദ്ധങ്ങളിൽ ഒന്നാണ് 71 യുദ്ധം എന്നത് താങ്കൾ ആലോചിക്കണം. ബ്രൂട്ടോയും ഇന്ദിരാഗാന്ധിയും കൂടി ഒറ്റ നൈറ്റ് കൊണ്ട് ചർച്ച നടത്തിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി. എങ്ങനെയാണ് ആ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയുടെ? ലക്ഷ്യങ്ങളൊക്കെ പലതുണ്ട്. അതൊക്കെ ആ ഒരു യുദ്ധത്തിൽ മാത്രമേ അങ്ങനെ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, അങ്ങനെ ഒരു വിജയം ആലോചിച്ചാൽ ആ ഒരു യുദ്ധത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വിജയം പറയാം. ബാക്കിയെല്ലാം ചെറിയ ചെറിയ യുദ്ധങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളുമായി നടന്നിട്ടുള്ളൂ. രാഷ്ട്രവാദികൾക്ക് ഇപ്പൊ കുറച്ച് നല്ല സമയമായതുകൊണ്ട് അതിനെതിരായിട്ട് സംസാരിച്ചാൽ ഇവർക്ക് പ്രശ്നം ഉണ്ടാവും, അങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ് ഇവരൊക്കെ. അല്ലാതെ യഥാർത്ഥത്തിലുള്ള സ്നേഹമൊന്നും അല്ല. അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഒരാളുടെ മനസ്സ് കയറി തുറന്നു നോക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുമോ? അവർ പരസ്യമായിട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അത് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിച്ചത്? ഐക്യത്തോടു കൂടിയ നിലപാടല്ലേ സ്വീകരിച്ചത്? അല്ല, അതിന് നല്ല, അത് താൽക്കാലികം ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അല്ല, അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ? ഈ മണിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ അങ്ങനെ ഉള്ളിന്റെ ഉള്ളറിയാൻ? ഈ തുടക്കം തന്നെ എന്തായാലും ചർച്ച ചെയ്യുന്നത് ഇവിടെ വി ഡി സതീശൻ മുതൽ എല്ലാവരും തുടക്കം മുതൽ മറ്റേ ഇവിടെ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇവിടെ സംസാരിച്ചിരുന്നു. പഹൽഗാം അറ്റാക്കിന് ശേഷം, ഈ അറ്റാക്കിന് ശേഷവും സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അത്ര ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? നടക്കട്ടെ. അത് നടക്കണമല്ലോ. അത് നടക്കണമല്ലോ. അങ്ങനെയല്ലേ നടക്കേണ്ടത്? ജനങ്ങൾ തിരിച്ചറിയുന്നു. ജനങ്ങൾക്കും അറിയണ്ടേ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമാണ് ഉണ്ടാവേണ്ടത്. യുദ്ധ സമയത്തോ സംഘർഷ സമയത്തല്ല ചോദിക്കേണ്ടത്. അല്ല, അടുത്ത് മനസ്സിലാവും. കാരണം വെളുപ്പിച്ചാലും അവരുടെ സ്ഥിതി ഭയങ്കര ദയനീയമാണ്. കാരണം അവരുടെ രാഷ്ട്രസ്നേഹത്തെ കുറിച്ചൊക്കെ പലർക്കും സംശയം. താങ്കൾക്ക് എങ്ങനെയാണ് സംശയം? അവരുടെ രാഷ്ട്രസ്നേഹം, ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ്. അവരുടെ രാഷ്ട്രസ്നേഹവും മറ്റു പാർട്ടികളുടെ ഒക്കെ അവരെ ആ രാജ്യത്തിന്റെ രാഷ്ട്രസ്നേഹത്തെ ഒക്കെ ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ്? നമ്മുടെ AK ആന്റണി ഇവിടുത്തെ ഈ യുദ്ധത്തിന് വേണ്ടുന്ന മറ്റേ എക്യുപ്മെന്റ്സ് മേടിക്കാതെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. AK ആന്റണിയുടെ കാലത്തൊന്നും അങ്ങനെ യുദ്ധത്തിന് എക്യുപ്മെന്റ് മേടിക്കാതെ ചെയ്തു കൂട്ടിയിട്ടൊന്നുമില്ല. AK ആന്റണിയുടെ കാലത്തൊക്കെ ഇന്ത്യ അന്തസ്സായി തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിനകത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടൊന്നുമില്ല. ഇന്ത്യയുടെ അന്തസ്സ് അതല്ല. കാരണം എല്ലാവർക്കും അറിയാം, ചരിത്രങ്ങൾ പുറകിലോട്ട് പോയ ആ ചരിത്രം എല്ലാവർക്കും അറിയാം. അതാണ് പറയുന്നത്. 71 യുദ്ധമൊക്കെ താങ്കൾ എങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്? പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ഇന്ത്യ ഒരു രാജ്യം ഉണ്ടാക്കി 90,000 വരുന്ന പാകിസ്ഥാന്റെ ഭടന്മാരെ ഇന്ത്യ തടങ്കലിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാമല്ലോ. അന്ന് അമേരിക്കയോടൊപ്പം ഇന്ത്യ പറഞ്ഞെന്താണെന്ന് അറിയാമല്ലോ. എന്നിട്ട് എന്ത് നേടി? പിന്നീട് അങ്ങനെയാണ് നേടിയത്. അങ്ങനെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടായത്. എന്നിട്ട് എന്ത് ബംഗ്ലാദേശിന് എന്താണ് നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശ് അടുത്ത കാലം വരെ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യമല്ലേ? ആ നയതന്ത്രത്തിൽ പിന്നീട് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായില്ലോ എന്നൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമല്ലേ? അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങള് 62 മുതലുള്ള ചൈന യുദ്ധം മുതൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ടത് ഉണ്ട്. അതെല്ലാം അഭിമാനിക്കാവുന്ന ലിസ്റ്റുകൾ തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അതെ അല്ലെ? 62 ചൈനയായിട്ട് യുദ്ധം അഭിമാനിക്കാം നമുക്ക് അല്ലെ? അങ്ങനെയല്ലോ. ഓരോ യുദ്ധത്തിനും ഇന്ത്യയുടെ ശേഷിയും ഇന്ത്യയുടെ കാര്യങ്ങളും ഒക്കെ അല്ലേ? ഇന്ത്യ വിജയിച്ച ഒരു യുദ്ധത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ? 62-ലല്ല പറഞ്ഞത്, 71 യുദ്ധത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ബംഗ്ലാദേശിനെ രൂപീകരിച്ച യുദ്ധത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? 62 ചൈന ഇന്ത്യ ബായി ബായി എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോഴും ചൈനയ്ക്ക് ചൈനയുടെ ഇന്ത്യയേക്കാൾ കൂടുതൽ അടുപ്പമുള്ള രാജ്യം പാകിസ്ഥാനാണ്. അത് ചൈന അവസാനം അവർക്ക് ഐക്യരാഷ്ട്രസഭയിൽ മുൻതൂക്കം ചൈനയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് സംഭവിച്ചു. അല്ല, അതാ പറഞ്ഞത്. നമുക്ക് പല രാജ്യങ്ങൾക്ക് പല നിലപാട്. അമേരിക്കൻ നിലപാട് എന്തായിരുന്നു? 71 അമേരിക്കയുടെ നിലപാട് എന്തായിരുന്നു? 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വിടുമെന്ന് പറഞ്ഞില്ലേ? സ്വന്തം രാഷ്ട്രത്തെ വിട്ട് അമേരിക്ക ഒരിക്കലും സ്വന്തം രാഷ്ട്രത്തെ. അതാ പറഞ്ഞ അമേരിക്കയുടെ അന്ന് നിലപാട്. അമേരിക്ക എല്ലാ കാലത്തും എടുത്ത നിലപാട് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അമേരിക്കയുമായിട്ട് അതുകൊണ്ട് ഒരിക്കലും നിലപാടെടുത്തു വന്നുകൊണ്ട് അമേരിക്കയുമായിട്ട് പിന്നീട് എല്ലാ കാലത്തും ശത്രുവായിട്ട് പോകണമെന്നോ അങ്ങനെയൊന്നും അല്ല. അവരുമായിട്ടൊക്കെ മിത്രമായിട്ട് പോകും, സൗഹൃദത്തിൽ പോകും. ചൈനയുമായിട്ടും അത്ര ചൈനയും ആയിട്ടും ഒക്കെ സൗഹൃദത്തിൽ, അങ്ങനെ രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ പോകുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അല്ല, പ്രതിപക്ഷം നല്ല ചെയ്താൽ നല്ലതെന്ന് പറയണം, ഭരണപക്ഷം നല്ല ചെയ്താൽ അത് നല്ലതെന്ന് പറയണം. അതെ. പക്ഷെ കേരളത്തിൽ ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയാറില്ല മാത്രം. ഈ യുദ്ധം വെച്ച് കേരളത്തിൽ ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യം പറയാം. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? ഒന്നും പറയാറില്ല. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എല്ലാ ചാനലും വെക്കാറുണ്ട്. ഞാൻ കേന്ദ്രത്തില് താങ്കള് ചാനലുകൾ കേൾക്കാത്തതിന്റെ കുഴപ്പമില്ല. ഞങ്ങളുടെ ചാനലുകളുടെ കുഴപ്പമില്ല. അത് എന്റെ അല്ല, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരി, ഓക്കെ. എന്തായാലും ശ്രീമണി, താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, ഈ ഒരു രാജ്യത്തിന് പ്രതിസന്ധി വന്നപ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നൊരു നിലപാട് ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചു. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെ ആയിരുന്നില്ല. പരസ്യമായിട്ട് അവർ പ്രക്ഷോഭത്തിനടക്കം ഇറങ്ങി. അവിടെ ഇമ്രാൻഖാന്റെ മോചനത്തിന് വേണ്ടി ഒരു ഭാഗത്ത് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന പാർട്ടികൾ,
ബിലാവൽ ഭൂട്ടോ ആണെങ്കിൽ ഭരണാധികാരികളെക്കാൾ വലിയ പ്രകോപനപരമായ സംസാരങ്ങളുമായി നിൽക്കുന്നു. പക്ഷേ ഇന്ത്യൻ പ്രതിപക്ഷം പക്വമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സാർ നമസ്കാരം. എന്റെ അഭിപ്രായത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റ നിലപാട് സ്വീകരിച്ച് ഭരണപക്ഷമെന്നോ ഇല്ല, എല്ലാം ഒറ്റക്കെട്ടായി നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതിൽ നിന്ന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും നമ്മൾ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നമ്മുടെ പൊതുവേദിയിലേക്ക് കൂടുതൽ കുട്ടികൾ ഇനിയും പരിപാടിയിൽ പങ്കെടുക്കണം, അതിന് മാതാപിതാക്കൾ അവസരം ഒരുക്കി കൊടുക്കണം എന്നൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട്. വളരെ പോസിറ്റീവ് അഭിപ്രായമാണ്. ഇടയ്ക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ വിളിക്കാറുണ്ട്. സാധാരണ കുട്ടികൾക്കൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഭയം കൊണ്ടായിരിക്കും ചില കുട്ടികളൊക്കെ വിളിക്കാതിരുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ സമയവും ഈ 4 തൊട്ട് 5 വരെ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെയൊക്കെ കുട്ടികളുടെ സ്കൂൾ ടൈമൊക്കെയാണ്, ആ സമയത്ത് അവർക്ക് വിളിക്കാനുള്ള പ്രയാസം. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, അവധിക്കാലമായതുകൊണ്ട് ധാരാളമായി കുട്ടികളൊക്കെ ഇതിലേക്ക് വിളിക്കുന്നുണ്ട്. ഇന്നലെയും ഒരു കുട്ടി വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. കുട്ടികൾ കൂടി കടന്നു വേണം, അവരുടേതാണല്ലോ ഭാവിയിൽ ഈ ലോകമൊക്കെ നിയന്ത്രിക്കേണ്ടത്, ഈ രാജ്യമൊക്കെ നിയന്ത്രിക്കേണ്ടത് അവർ കൂടിയാണല്ലോ, അല്ലെങ്കിൽ അവരാണല്ലോ നിയന്ത്രിക്കേണ്ടത്. എന്തായാലും നമുക്ക് അടുത്തൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനിയൻകുട്ടനാണ്. ശ്രീ അനിയൻകുട്ടനെ കണ്ടിട്ട് കുറച്ചാളായല്ലോ. നമസ്കാരം സാറേ. എന്ത് പറ്റി ഇപ്പൊ വിളിക്കാറൊന്നുമില്ല? എന്താ തിരക്ക്? യുദ്ധത്തിന്റെ തിരക്കായിരുന്നോ? അല്ലല്ല, നമ്മൾ അതെപ്പോഴും കണ്ടോണ്ടിരിക്കുവല്ലേ, നിങ്ങൾ നമ്മളെ ചാനൽ എപ്പോഴും കണ്ടോണ്ടിരിക്കുവല്ലേ. ശരി, അനിയൻകുട്ടൻ പറഞ്ഞോളൂ. അത്രയും അപ്പം ഇപ്പൊ ഓരോ പ്രേക്ഷകർ പറയുന്നത് കേട്ടിട്ട് പ്രതിപക്ഷത്തെ മോശമായിട്ട് നമ്മുടെ ഇന്ത്യൻ ജനതയല്ലേ, ഇന്ത്യയുള്ള പ്രതിപക്ഷ പാർട്ടികളല്ലേ, അവർ 65 വർഷം ഭരിച്ച പാർട്ടിക്ക് വെളിവില്ല, വെള്ളിയാഴ്ചയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി തക്ക മറുപടി ഇതൊക്കെയാണ്. ഇതൊരു വർഗീയമായിട്ട് രീതിയല്ലേ ഇത്. ഇല്ല, ലോകത്തെങ്ങും നടക്കുന്ന സംഭവമല്ലേ. പ്രതിപക്ഷം ഇത്രയും ചെറിയ പാർട്ടികളെല്ലാം കൂടെ കൂടി സർക്കാരിന് പൂർണ്ണ പിന്തുണ സൈന്യത്തിന്, നമ്മുടെ ജനതയ്ക്കും രാജ്യത്തിന് ആകേണ്ടത് കാത്തു സൂക്ഷിച്ച പ്രതിപക്ഷത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. വ്യക്തമാണ്. പ്രതിപക്ഷത്തിന് ബിഗ് സല്യൂട്ട് നൽകുന്നത് ശ്രീ അനിയൻകുട്ടൻ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലെ നിലപാടിനെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എനിക്ക് 1-2 കാര്യം പൊതുജനങ്ങളെ ശ്രദ്ധയപ്പെടുത്താറുണ്ട്. കാരണം 2 സർവകക്ഷി യോഗം വിളിച്ച് 2 സർവകക്ഷി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. അത് ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി ചെയ്യുന്നത് വളരെ ഇതാണ്. 3ാമതൊരു സർവകക്ഷി യോഗം വിളിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കണ്ടേ? പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തോളം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇതൊരു വർഗീയ ഗവൺമെന്റാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. ശരി, ഓക്കെ. ഗവൺമെന്റ് എന്തായാലും യുദ്ധസമയത്തല്ല നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അത്തരം ആരോപണങ്ങളൊക്കെ നേരത്തെയും ഉള്ളതൊക്കെ തന്നെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ച് പറയാനുള്ളത്? കിരൺ സാർ നമസ്തേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാർ, ഭാരതത്തിനൊരു ആവശ്യം വന്നപ്പോൾ ഭാരതീയർ ഒറ്റക്കെട്ടായി. അതിൽ പ്രതിപക്ഷം എന്നൊന്നില്ല. എന്നാൽ എല്ലാവരും ഇനിയും ഒന്നിച്ചു തന്നെ നിൽക്കും സാർ. ഭാരതത്തിന്റെ ഒരു ആവശ്യമല്ല, അതിനകത്ത് പ്രതിപക്ഷം എന്നൊരു സംഗതി നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഏതായാലും പാകിസ്ഥാന്റെ നിലപാട് ഇപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി. അവരെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് അവരെ പെരുമാറുന്നത്. ഓക്കെ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്നും. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യക്ക് ഒരു ആപത്ത് വരുന്ന ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് മര്യാദ, അതാണ് ശരി, അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ ഓർത്തും നമ്മുടെ ഇന്ത്യയെ ഓർത്തും എനിക്ക് വളരെയധികം സന്തോഷം. ഒത്തിരി നാളായി വിളിച്ചിട്ട്, എങ്കിലും 2 വരി പാട്ട് എന്റെ വായിൽ നിന്ന് വന്നതാണ്. അഭിമാനത്തിൻ നിമിഷമിത്, സിന്ദൂരിൻ നിമിഷമിത്, കരുതലിന്റെ കാവലായി, കരുതലിന്റെ കരുത്തായി, ഇന്ത്യ ഇന്ത്യ ഇന്ത്യ, നരേന്ദ്രമോദി ഹീറോ ഉണ്ടാ ഹീറോ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ തിലകൻ സ്വന്തമായി ഉണ്ടാക്കിയ കവിതയാണ് എന്ന് തോന്നുന്നു, ഒരു മുദ്രാവാക്യം പോലെ. എന്തായാലും കൊള്ളാം. ശരി, ശ്രീ നാരായണൻ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിൽ പാകിസ്ഥാനിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു രാജ്യം യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർ പുറത്ത് വലിയ പ്രക്ഷോഭത്തിലും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഇമ്രാൻഖാനെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ നിൽക്കുന്നു. ബിലാവൽ ഭൂട്ടോ ആണെങ്കിൽ രാജ്യത്തിന്റെ അധികാരികളെക്കാൾ വലിയ പ്രകോപനവുമായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരിങ്ങനെ ഏതെങ്കിലും സമാധാനം ആഗ്രഹിച്ചാലും അത് നടക്കരുത് എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുന്നു. പക്ഷേ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഐക്യത്തോടു കൂടി നിന്നു. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം
സാർ സാറ് പറഞ്ഞതിന് ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നുണ്ട്, പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺഗ്രസിന്റെ ശശി തരൂർ നിലപാട് കറക്റ്റ് ആയിരുന്നു. ആ നിലപാടായിരുന്നില്ല കോൺഗ്രസിനുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തലയില്ലാത്ത ഫോട്ടോ വരെ കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ ഒരു പരാമർശം പാകിസ്ഥാൻ മീഡിയകളിൽ ആഘോഷമാക്കി മാറ്റിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസ് പലതവണ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ നമ്മൾ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ KC വേണുഗോപാൽ സാറ് പറഞ്ഞു, എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല, ആക്രമിക്കൂ, എന്താണ് ഇത്ര മടി, എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല, പലതവണ അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം മുംബൈ അറ്റാക്ക് ആയിരുന്നു. 164-170 പേര് മരിച്ച അറ്റാക്ക് ആയിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് ആണ്, അതായത് UPA സർക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ആയിരുന്നു. നമ്മൾ പ്രതിരോധ മന്ത്രി നമ്മൾ AK ആന്റണി സാറായിരുന്നു. ഇവര് ആ സമയത്ത് അതിനൊരു മറുപടിയും വാഗൊണ്ടുള്ള മറുപടി അല്ലാതെ പാകിസ്ഥാനെ മാതൃകാപരമായി തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും. നാരായണൻ, താങ്കളൊരു കാര്യം ആലോചിക്കണം. ഈ മുംബൈ അറ്റാക്കിൽ നിന്ന് നമ്മൾ അജ്മൽ ഞാൻ പറയുന്നത് കേൾക്കൂ. അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ഭീകരനെ ജീവനോടുകൂടി പിടിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു. ഇതിന് പിന്നിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഇന്ത്യ ഉപയോഗിച്ചത്. അതിനെ എങ്ങനെയാണ് താങ്കൾ അതിനെ ഒരു തള്ളിക്കളയുന്നത്? സാർ, ഞാൻ അവിടേക്ക് വരാം. അജ്മൽ കസന്റെ കയ്യിൽ ചരട് കെട്ടിച്ചു കൊണ്ടുവന്നിട്ട് അത് മറ്റു പലരുടെയും തല കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ആ ഭാഗത്ത് ഞാൻ പോകുന്നില്ല. ഒരാളെ ഒരു തീവ്രവാദി ആക്രമണം നടന്നാൽ, ഇപ്പോൾ ആക്രമണം നടന്നു, ആ ഒരു തീവ്രവാദിയെ ജീവനോടുകൂടി പിടിച്ച് ലോകത്തിന് മുന്നിൽ ഇതാണ്ട് ഇയാൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ്, ഇന്ന തീവ്രവാദ സംഘടനകളിലാണ് ഇവരെ വളർത്തുന്നതാണ്, ഇത് തെളിയിക്കലാണ് ഏറ്റവും പ്രധാനം. സാർ, ഞാൻ പറയട്ടെ, അവിടെ അന്നും നമ്മളെ സൈന്യമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഇന്നും സൈന്യമാണ്. അത് ഈ 10 വർഷത്തെ UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ സൈന്യത്തെ നവീകരിക്കുന്ന ഒരു നടപടിയും. ഇന്ത്യൻ സൈന്യത്തെ അന്ന് നവീകരിച്ചതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ നമുക്ക് ഈ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇന്ന് നമുക്ക് ആ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞത് S-400 ഫ്രെയിം എന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയ 35,000 കോടിയുടെ കരാർ നമ്മൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, നമ്മളുടെ എയർ ഡിഫൻസ് ശക്തമാക്കാൻ കഴിഞ്ഞത്. ആ കരാറ് നമ്മൾ ഒപ്പുവെച്ച സമയത്ത് പല നേതാക്കന്മാരും എന്താ പറഞ്ഞത്, ഇത് പൊതുവിൽ പറയുന്ന സംഭവം ഉണ്ട്, S-400 ഫ്രെയിം വാങ്ങിയ പട്ടിണി മാറൂ, ചന്ദ്രനിലേക്ക് റോക്കറ്റ് പട്ടിണി മാറും. S-400 വാങ്ങിയ സമയത്ത് 2018 ആ കരാർ ഒപ്പിടുന്നത്. ആ സമയത്ത് അങ്ങനെ ഉണ്ടായില്ല. വിവാദമുണ്ടായത് റഫേലുമായി ബന്ധപ്പെട്ടിട്ടാണ്. സാർ, അതിനെതിരെ അത് വാങ്ങിക്കുന്നതിനെതിരെ, കരാറിനെതിരെ ശബ്ദിച്ച പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇവർ വന്ന് ഈ 11 വർഷത്തെ മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ശ്രീ നാരായണൻ, ഈ 11 വർഷത്തെ മോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഇന്ത്യൻ സൈന്യമൊന്നും അല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നിൽക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ പണ്ട് ഈ മോദി സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാരും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന വാജ്പേയി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ, VP സിംഗ് സർക്കാർ ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാരുകളുടെയും സംഭാവനയാണ്, അല്ല ഇത് ഒരു സർക്കാരിന്റെ മാത്രം സംഭാവനയൊന്നുമല്ല. സാർ, ഞാൻ പറയുന്ന സാറേ പറയുന്ന ആരെയും സാർ എന്നോട് തർക്കിക്കുമെന്നല്ല, മറുപടി തരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയേണ്ടത് സാർ, അതായത് ഈ ഇന്ത്യൻ സൈന്യം ഇവർ വന്നതിന് ശേഷം ഉണ്ടായതല്ല എന്ന് എല്ലാവരും പറയും. അതിന് മുൻപ് ഉണ്ടായിരുന്നു സാർ. ഇച്ഛാശക്തിയുള്ള, കോൺഫിഡന്റ് ഉള്ള, കറപ്ഷൻ ഇല്ലാത്ത ഭരണാധികാരി ഭരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഏത് സൈന്യത്തിനും അതിന്റേതായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ സൈന്യത്തിന് താങ്കൾ അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന് ഇതിനു മുമ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന്റെ തന്നെ ഒരു യുദ്ധം, ഒട്ടുമിക്ക യുദ്ധങ്ങളും 90% യുദ്ധങ്ങളും ആരും ജയിക്കുകയും ആരും പരാജയപ്പെടുകയും ഒന്നും ചെയ്യാറില്ല. രണ്ടു കൂട്ടത്തും നഷ്ടം വന്ന് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ജയിച്ചൊരു യുദ്ധമാണുള്ളത്. അത് ആരുടെ കാലത്തായിരുന്നു അറിയാമല്ലോ. സാർ, ഞാൻ അവിടേക്ക് വരാം സാർ. നമ്മളെ 48 ആദ്യ ഇന്ത്യ പാക് യുദ്ധം, അന്ന് നമ്മളെ നെഹ്റുജി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. എന്താണ് സംഭവിച്ചത്? നമ്മുടെ കാശ്മീർ ഒരു അറ്റാക്ക് ചെയ്ത് പിടിച്ചു. ഒരു പകുതിയിലധികം പ്രദേശം നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്ത് പിടിച്ചു. ആ സമയത്ത് ഒരു കാര്യമില്ല, അദ്ദേഹം UN-ലേക്ക് ഈ സംഗതിയെ വലിച്ചേച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അന്താരാഷ്ട്ര UN സമ്മർദ്ദം മൂലം നമുക്ക് യുദ്ധം നിർത്തേണ്ടി വന്നു. ശ്രീ നാരായണൻ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഈ ഇന്ത്യ ഇപ്പോൾ അറ്റാക്ക് ആകുന്ന സമയത്തൊക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ട് കയറണം, പാകിസ്ഥാനെ അടിച്ചിടണം, ആ രാജ്യത്തെ ഭൂവുടമില്ലാതാക്കണം എന്നൊക്കെ. ഇതൊക്കെ ആളുകൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്ത്യ പോലെ പക്വമായ ഒരു രാജ്യത്തിന് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് അതിനെ ആര് ഭരിച്ചാലും ഇന്ത്യക്കൊരു ലോകത്തിന് മുന്നിൽ ഒരു അഭിപ്രായവും ഇന്ത്യക്കൊരു നിലപാടും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും കടന്ന് നമുക്ക് നാളെ അടിച്ചിടാം എന്നൊക്കെ പറയാം. അത് ഈ തെരുവ് ഗുണ്ടകളൊക്കെ പറയുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
ഞാനിപ്പോ സാറോട് അങ്ങനെ പറഞ്ഞു. ഞാനത് അങ്ങനെ രീതിയിൽ അല്ല, അത് ഇന്ത്യ നെഹ്റു അന്ന് ചെയ്തത് ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് തെറ്റാണ് മറ്റാരെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഇന്ത്യക്ക് ഈ ലോകത്തിന് മുന്നിൽ ഒരു വിലയുള്ളത്, ഇന്ത്യക്ക് അഭിപ്രായമുള്ളത് നെഹ്റുവിന്റെ കാലം മുതൽ എടുത്ത നിലപാടുകൾ കൊണ്ടാണ്. ആ തെറ്റാണ് സാർ, നെഹ്റുയുടെ നിലപാട് 100% തെറ്റാണ്. ശരി, ഓക്കെ. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോയിട്ട് തന്നെ മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. മിനി, ശ്രീമതി മിനി, താങ്കൾ ടീച്ചറല്ലേ? അതെ സാറേ. ശരി, ഓക്കെ. എന്താണ് താങ്കളുടെ കുട്ടികളൊക്കെ പറയുന്നത്? കുട്ടികളൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര ഇതല്ലല്ലോ സാറേ. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഇത് യുദ്ധമല്ലല്ലോ, നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ പ്രത്യാഘാതം ഒരിക്കലും ഒരു യുദ്ധമല്ലല്ലോ. അല്ല, പോയില്ല എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. നമ്മൾ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു, അന്തസ്സായി തന്നെ. തീർച്ചയായിട്ടും നമ്മള് പാകിസ്ഥാൻ രാജ്യത്തിനോടുള്ള ഒരു എന്താ പറയാ യുദ്ധമല്ല, അവർക്ക് എതിരായിട്ടും അല്ലല്ലോ, അവിടുത്തെ ഭീകരവാദത്തിന് എതിരായിട്ട് ചെയ്ത ഒരു കാര്യം. പിന്നെ നമ്മുടെ ഇപ്പൊ തന്നെ പ്രതിപക്ഷ മാതൃകയാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ സബ്ജക്ട്. കാരണം നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാലേ നമുക്ക് അതിനെ തടയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് അവര് നല്ല ഒരു രീതിയിൽ തന്നെ മറ്റ് പാകിസ്ഥാനെ അപേക്ഷിച്ച് നമ്മുടെ നാട് അതൊരു മാതൃക തന്നെയാണ് കാണിച്ചത്. അവിടെ ഇപ്പോഴും അതിനകത്ത് തന്നെ ആഭ്യന്തര കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു രാജ്യം. പിന്നെ സാറേ, ഈ 71 കാര്യം ഞാൻ ഈ മീഡിയാസിലൊക്കെ കണ്ടത് ഞാനൊന്ന് സാറിനോട് പറയുവാണ്. 71 കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഈ 2025 അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ആണവ രാഷ്ട്രങ്ങളല്ലായിരുന്നല്ലോ ഈ നമ്മുടെ രാജ്യവും പാകിസ്ഥാനും. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന യുദ്ധം വേണ്ട. യുദ്ധമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ അപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണ്, ദൈവമേ ഇതാകണമെന്നുള്ള. അപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ മനുഷ്യൻ ചിന്തിക്കാതെ കയറി പിടിക്കുന്ന 2 വീടുകൾ തമ്മിൽ അടിക്കുന്ന പോലാണ്. 2 വീടുകൾ തമ്മിൽ അടിച്ചാൽ പോലും 2 വീടിനും നാശനഷ്ടം ഉണ്ടാവും. അത്തരം യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായ ഒരു രാജ്യത്തെ, നമ്മളൊക്കെ ഒരു സാമ്പത്തികമായി ലോകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഈ യുദ്ധത്തിനും ഭീകരവാദത്തിനും പോയാണ് പാകിസ്ഥാൻകാർ ഇപ്പോഴും ദരിദ്രരായി തുടരുന്നതും ഒക്കെ. നമുക്ക് ശരി, നമുക്ക് കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് മാതൃകാപരമാണോ? ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പാകിസ്ഥാനിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാനിലെ നമ്മൾ ചരിത്രം നോക്കിയാല് അവിടുത്തെ പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് അവരുടെ ജീവിതം അവസാനിച്ചതെന്നറിയില്ലേ? യാഹ്യ ഖാന്റെ കാര്യം ഓർക്കുന്നില്ലേ? അവസാന കാലം വീട്ടുതടങ്കലിലായിരുന്നു. പിന്നെ അവിടെ ഭൂട്ടോ എങ്ങനെയാണ് അവസാനിച്ചത്? തൂക്കിക്കൊന്നു. പിന്നെ ബനാസിർ ഭൂട്ടോയെ വെടിവെച്ചു കൊന്നു. പിന്നെ മുഷറഫ്, അദ്ദേഹം എങ്ങനെയായിരുന്നു അങ്ങയുടെ അവസാനം? ഇപ്പം അതിനു മുമ്പ് പ്രധാനമന്ത്രിയായിട്ടിരുന്ന ഇമ്രാൻഖാൻ എവിടെയാണ്? ജയിലിലാണ്. അവിടുത്തെ അതെ ഷെരീഫ്. അപ്പോ ഈ അവിടുത്തെ ഒരു അവസ്ഥ വെച്ച് വേണം നമ്മൾ ഇന്ത്യയിലേക്ക് കണ്ണോടിക്കാൻ. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അവിടെ ഇപ്പൊ തന്നെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഈ യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെന്ന് മാത്രമല്ല എല്ലാ ആബാലവൃദ്ധം ജനങ്ങൾ ഒന്നിച്ച് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ട്, എനിക്കുകൊണ്ട് പറയാൻ. പക്ഷെ ഇപ്പൊ അത് പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞിട്ട് ആരും അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, എതിർത്തൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ പാകിസ്ഥാനിലെന്താ സംഭവിക്കുന്നത്? ബലൂചിസ്ഥാന്റെ സ്ഥലത്തു നിന്ന് അവിടുന്നുള്ള ആക്രമണം, അവിടെ ആൾക്കാർ തെരുവിലിറങ്ങുന്നു സർക്കാരിനെതിരായിട്ട്. പട്ടാളത്തിൽ തന്നെ വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നു. അവിടുന്ന് ചില ആൾക്കാരൊക്കെ, വലിയ ആൾക്കാരൊക്കെ വിമാനം കയറി മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടെന്ന് പറയുന്നു. അതായത് അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവർക്ക് ധാർമ്മികത എന്ന് പറയുന്നൊന്നും ഇല്ല. പക്ഷെ നമ്മളെങ്ങനെയാ? നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഒന്നിച്ച് നിൽക്കുമ്പോഴും ഇതിനു മുമ്പ് വിളിച്ച ഒരു സഹോദരനുണ്ടല്ലോ, നാരായണൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണ് ഇവിടെ പട്ടാളം എന്തോ നല്ലതായെന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യം വന്ന യുദ്ധം എന്ന് പറയുന്നത് 1961 അന്ന് നമുക്ക് നമ്മുടെ ആയുധങ്ങളും നമ്മുടെ ശക്തിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇന്ത്യ ജയിച്ച ഒരേ യുദ്ധം എന്ന് പറയുന്നത് 1971 യുദ്ധമായിരുന്നു. അന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അന്ന് നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നുള്ള 2 രാജ്യങ്ങള് ബംഗ്ലാദേശിനെ നമ്മൾ മോചിപ്പിച്ചു കൊടുത്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. ഒരു രാജ്യത്തിനെ 2ആയി വെട്ടിപ്പിളർക്കാനായിട്ട് നമ്മൾ നിന്നു. അത് നമ്മൾ ഒബ്ജക്റ്റീവ് നമ്മുടെ അതായിരുന്നു. നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്തു. അത്രയും വലിയൊരു യുദ്ധമൊന്നും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിനിടയ്ക്ക് ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ പറയുന്നു 1000 വട്ടം ശരി എന്ന് പറയുന്നു, മാതൃകാപരമായിരുന്നു എന്നായിരിക്കും. ഈ സമയം രാഷ്ട്രസ്നേഹത്തെ പറ്റി പരാമർശിക്കുന്നത് ശരിയല്ല സാർ എന്ന് പറയുന്നു. ശ്രീ അജിത്ത് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന്. രാഷ്ട്രസ്നേഹത്തെ പറ്റി ആണോ എങ്ങനെയാണെന്ന്?
എന്തായാലും യുദ്ധസമയത്തല്ല പ്രതിപക്ഷത്തിന് റിപ്ലൈ കൊടുക്കേണ്ടത്, ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്ന് ശ്രീ രാജീവൻ കെ പറയുന്നു. മറ്റതൊക്കെ രഞ്ജിത്തൊക്കെ ചില അഭിപ്രായം പറഞ്ഞ ആളുകളുടെ അവരോട് പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് 71-ൽ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. അത് ശരിയാണ്, സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ അന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ മറ്റേ മണിക്കൊക്കെ മറുപടി കൊടുത്തിരിക്കുകയാണ്, പക്ഷെ അത് ഞാനതുകൊണ്ടാണ് വായിക്കാത്തത്. ശ്രീ സൂപ്പി വെള്ളമുണ്ടയാണ് അടുത്തത് നമ്മൾക്കൊപ്പം ചേരുന്നത്. ശ്രീ സൂപ്പി വെള്ളമുണ്ട, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഞാൻ കുറെ ആയി വിളിച്ചിട്ട് ആയതുകൊണ്ട് വിളിക്കാതിരുന്നാണോ? ശരി, പറഞ്ഞു. നമ്മള് പിന്നെ എന്റെ അഭിപ്രായത്തില് നമ്മൾ ഈ ഭീകരവാദി വന്നാലും തീവ്രവാദി വന്നാലും വർഗീയവാദി വന്നാലും കൊലപാതകം ഒന്ന് തന്നെയാണ്. കാരണം ജീവൻ പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആപത്താണ് എന്നല്ലേ, രാജ്യത്തുള്ള ജനങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഗുജറാത്തില് എത്ര ആളെ കൊന്നേ, അത് ആര് ഭീകരവാദിയല്ല, തീവ്രവാദിയല്ല, വർഗീയവാദികളാണ്. അപ്പൊ അതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. കാരണം നമ്മള് അത്തരം വിഷയങ്ങൾ ഇപ്പൊ തൽക്കാലം നമുക്ക് അത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമല്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ശ്രീ നിയാസ് കൊരമ്പയിൽ പറയുന്നു, എ കെ ആന്റണിയാണ് ആർമിക്കാർക്ക് ഏറ്റവും കൂടുതൽ വെൽഫെയർ കൊടുത്തതെന്ന് പറയുന്നു. ആന്റണിയുടെ കാലത്ത് സാധാരണ ജവാന്മാർക്ക് അത്തരത്തിലേക്ക് അവധിയുടെ കാര്യത്തിലുമൊക്കെ അനുകൂലമായ വലിയ തീരുമാനങ്ങൾ എടുത്ത കാലം തന്നെയാണ്. ശരിയാണ്. ഇവിടെ മുമ്പ് പ്രധാനമന്ത്രി അപ്പോൾ അതിൻ്റെ വ്യക്തമാകുന്നില്ല എനിക്ക്. അതോടൊപ്പം തന്നെ മറ്റ് ചില അമേരിക്കയിൽ USSR ഇല്ലെങ്കിൽ ചാണമടിച്ചേന് 71-ൽ എന്നൊക്കെ പറയുന്നു. USSR ഇല്ലെങ്കിൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. USSR ഇല്ലെങ്കിൽ അമേരിക്ക അന്ന് ഇന്ത്യയെ ആക്രമിച്ചേനെ എന്നതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ ചിറമേൽ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിലും. ശ്രീ രാധാകൃഷ്ണൻ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നിച്ചു നിൽക്കുകയും പാർലമെന്റിലടക്കം അതിശക്തമായ രീതിയിൽ സർക്കാരിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികളാകെ ഒന്നിച്ചു നിന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും അങ്ങനല്ലേ വേണ്ടത്. നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ നമ്മൾ നോക്കൂ, പ്രതിപക്ഷത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് തന്നെ ഉൾപാർട്ടി ജനാധിപത്യവും വിമർശനവും ഉള്ള അപൂർവം വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പാർട്ടിക്ക് ഒരു പാർട്ടി തന്നെ നിൽക്കുന്നവർ ഉണ്ടെങ്കിലും ആ വിമർശനം ഉണ്ടെങ്കിലും വിമർശിക്കുകയും വിഭാഗീയത ഉണ്ടാകുന്ന ഈ രാജ്യത്ത് ദേശസ്നേഹത്തിന്റെ വിഷയം വരുമ്പോൾ, ദേശസുരക്ഷയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ പാർട്ടികളെല്ലാം ഒന്നടങ്കം നിൽക്കും. ഇവിടെ അതല്ല. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ എടുത്ത വിഷയം എന്ത് തന്നെ ആയാലും അത് നമ്മൾ ഈ രാജ്യം ഇന്ന് ഐക്യമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതായിരുന്നോ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് എന്നാണ് എന്റെ സംശയം. അങ്ങനെയല്ല നമ്മളങ്ങനെ ചോദ്യം ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇതിപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി. അപ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ യോജിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. എങ്ങനെയൊക്കെയുള്ള പാർട്ടികളായിട്ട് പോലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ സമയത്ത് സർവകക്ഷി യോഗത്തിലടക്കം എടുത്ത നിലപാട് ഇന്ത്യക്കൊപ്പം നിൽക്കുക, നമ്മൾ ഇന്ത്യ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ഉണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു. മറിച്ച് നമ്മുടെ ഈ അപ്പുറത്ത് നിൽക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥ ആലോചിക്കണം. അവിടെ ബിലാവൽ ഭൂട്ടോ വലിയ പ്രകോപന പ്രസ്താവനകൾ നടത്തുന്നു. പാകിസ്ഥാന് വേണ്ടി തെഹ്രീകെ ഇൻസാഫ് പാർട്ടി തെരുവിലിറങ്ങി വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നയിക്കുന്നു. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കാർ അവിടെ രാജ്യം സ്വതന്ത്രമായി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. കൊറ്റയൊക്കെ അവരുടെ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുക്കുന്നു, സൈനികരെ കൊല്ലുന്നു. അപ്പോൾ ഇന്ത്യൻ നിലപാട് യഥാർത്ഥത്തിൽ ലോകത്തിന് തന്നെ മാതൃകാപരമായ ഒരു നിലപാടല്ലേ? തീർച്ചയായും മാതൃകാപരമാണ്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. കാരണം ഇന്ത്യ നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയാറുണ്ടല്ലോ, ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജനാധിപത്യ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ നോക്കൂ, ഈ യുദ്ധത്തിൽ നമ്മൾ എടുത്തു നോക്കും, നമ്മൾ മര്യാദയുടെ നെല്ലിപ്പലകയോളമല്ലേ നമ്മൾ 1947 മുതൽ സ്വാതന്ത്ര്യ സമര കാലം മുതൽ പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയെ ആക്രമിക്കുകയല്ലേ. നമ്മൾ അപ്പോഴെന്താ ഗാന്ധിജിയുടെ സിദ്ധാന്തമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിമർശനമൊക്കെ പറയുമെങ്കിലും BJP പോലും ഇപ്പോൾ ഗാന്ധിജിയുടെ സിസ്റ്റമാണ് നമ്മൾ ഇതിൽ അവലംബിച്ചത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോലും അതിൽ വ്യക്തിപരമായിട്ട് എനിക്കെതിരെ അഭിപ്രായമുണ്ട് ഇപ്പോൾ യുദ്ധം നിർത്തിയതിൽ. കാരണം നമ്മുടെ 26 പേർ മരിച്ചു. ആദ്യം തന്നെ അതിർത്തിയിൽ നിരപരാധികൾ കുറെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മരിച്ചിട്ടും നമ്മൾ ആ ഗാന്ധിജിയുടെ സിസ്റ്റം ഈ ഗവൺമെന്റ് അവലംബിച്ചു. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല. എന്നാൽ നമ്മളുടെ ഗവൺമെന്റ് BJPയോട് ഒരു സർക്കാർ അല്ലെങ്കിൽ ബോഡി ആയിട്ട് പോലും ഗാന്ധിജിയുടെ ആ അഹിംസാ സിദ്ധാന്തം അല്ലെങ്കിൽ എപ്പോഴും സർക്കാരുകളുടെ പാർട്ടിയൊക്കെ മാറുമ്പോഴും
രാജ്യത്തിന് ഇന്ത്യക്ക് പൊതുവായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് എപ്പോഴും അതിൽ നിന്ന് കാര്യമായി അങ്ങനെ ഇന്ത്യയിൽ ഏത് പാർട്ടി വന്നാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും ഇനി മറ്റേതെങ്കിലും പാർട്ടി വന്നാലും അങ്ങനെ അതിൽ നിന്ന് കാര്യമായ വ്യതിയാനം പലപ്പോഴും ഉണ്ടാവാറില്ല. ഇന്ത്യയുടെ ഒരു നിലപാട് ലോകത്തിന് നെഹ്റുവിന്റെ കാലം മുതൽ ഉണ്ടായ ഒരു വലിയ ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശക്തി കണ്ടെന്നുള്ള അംഗീകാരമല്ല, ഇന്ത്യയുടെ നിലപാട് കണ്ടുള്ള അംഗീകാരമാണ്. തീർച്ചയായും അതാണ് ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ ഊന്നിയ ഒരു സംവിധാനം. BJPയും ഇക്കാര്യത്തിൽ അതിൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുമിത് ആണ് പേയാട് നിന്നും. ശ്രീ സുമിത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല, എപ്പോഴും ഒരു കരുതൽ വേണമെന്ന് പറയുന്നു. അനിൽ രാജാണ് അങ്ങനെ പറയുന്നത്. ലോകത്തിന്റെ ബോധ്യമാണോ സാർ, നമ്മുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് അജിത്ത് പറയുന്നു. അജിത്ത്, ലോകത്തിന്റെ ബോധ്യവും കൂടി നമുക്ക് പ്രധാനമാണ്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ നമുക്കൊരു അന്തസ്സുണ്ട്. ഒരു പാകിസ്ഥാനെ പോലെ രാജ്യം നമ്മൾ ആലോചിച്ചാൽ ഒരു തെരുവിൽ നിന്ന് ഒരു തെരുവ് കുണ്ടയ്ക്ക് ചിലപ്പോൾ അതിലേക്കൂടെ പോകുന്ന മാന്യനായ ഒരാളെ ചിലപ്പോൾ കല്ലെടുത്തെറിയാനോ തെറിവിളിക്കാനോ ഒക്കെ പറ്റും. അയാളുടെ ഭാഷയിൽ കല്ലെടുത്തെറിയുകയും തെറിവിളിക്കുകയും അല്ല മാന്യനായ ഒരു വ്യക്തി ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും അങ്ങനത്തെ ഒരു രാജ്യങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു മാന്യതയും പക്വതയും ഒക്കെ ഉള്ള രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പക്വതയോടുകൂടിയ പെരുമാറ്റം. പഹൽഗാം ആക്രമണം നടത്തി തൊട്ടടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം. പക്ഷേ നമ്മൾ തിരിച്ചടിച്ചില്ല. നമ്മൾ 15 ദിവസം എടുത്ത് ലോകരാജ്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കി അവിടുത്തെ ആക്രമണമൊക്കെ നയിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വൈകാര്യതയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന് അത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ശ്രീ സുമിത്ത്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം സുമിത്ത്, പറഞ്ഞോളൂ. നമസ്കാരം സാർ. മോഡി എടുത്ത തീരുമാനം ഉചിതമായ തീരുമാനമാണ്. ഹലോ, പറഞ്ഞോളൂ. സാർ, മോഡി എടുത്ത തീരുമാനം ഉചിതമായ തീരുമാനമാണ്. നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അതെ, നമ്മളുടെ സമാധാനത്തിൽ നമുക്ക് കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തീക്കുന്നതാണ് നല്ലത്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ബാധിക്കുന്നതാണ് സാർ. ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ നിലപാട് വ്യക്തമാണ്. നമുക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. AK ആന്റണിയാണ് എക്സ് സർവീസുകാരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിയത് എന്ന് രേഖ ഓമനക്കുട്ടൻ പറയുന്നു. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷയമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അതോടൊപ്പം തന്നെ എൻ്റെ വിലയേറിയ യൗവനം രാജ്യത്തിന് നൽകാനാണ് എൻ്റെ ആഗ്രഹം. ജയ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നു അക്ഷയ് എന്ന് പറയുന്നു. 88 മണിക്കൂർ കൊണ്ട് യുദ്ധം ജയിച്ചവൻ മോഡിജി എന്ന് പറഞ്ഞ് ലൗചിനമൊക്കെ ഇട്ടിരിക്കുന്നു. മാത്യു KC പാലയാണ്. അത് തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ എത്ര നല്ല പക്വതയുള്ള നിലപാടാണ് എടുത്തത്, പക്ഷേ BJP അങ്ങനെ ആയിരുന്നു പണ്ട് എന്നുള്ള ചോദ്യം ശ്രീ ബിജോ ചോദിക്കുന്നുണ്ട്. ആയുധം കൊടുക്കാതെ സേനയെ ദുർബലമാക്കിയത് ആന്റണിയാണെന്ന് രേഖ ഓമനക്കുട്ടൻ പറയുന്നു. ശ്രീ രേഖ ഓമനക്കുട്ടൻ, അത് എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായത് എന്ന് അറിയില്ല. അങ്ങനെ ആയുധം കൊടുക്കാതെ സേനയെ ദുർബലമാക്കിയ ഒരു ഭരണം ആയിരുന്നില്ല UPA ഭരണകൂലത്ത്. ആ കാലത്തെ ആയുധങ്ങൾ പലതും ആണ് ഇപ്പോഴും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഭരണാധികാരികൾ എപ്പോഴും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിന് ഏത് പാർട്ടിയായാലും അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പാർട്ടി നോക്കിയല്ല രാജ്യസുരക്ഷ എപ്പോഴും എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തിന് ഒരു പൊതു നിലപാടുണ്ട്. വെറുതെ ജീവിച്ചു മരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം നാടിന് വേണ്ടി പോരാടി മരിക്കുന്നതിന് വരും തലമുറ ഭീകരവാദികളിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ പാകിസ്ഥാനും ജമ്മുവും ഭീകരവാദം ഇത് തുടരും എന്ന് പറയുന്നു. 88 അത് വീണ്ടും ഒരേ അഭിപ്രായം തന്നെയാണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധിക്കുമെന്ന് വെച്ച് മാനം കളയാൻ പറ്റുമോ എന്ന് SH ടെക്നിക്കൽ സോഴ്സ് ചോദിക്കുന്നു. താങ്കളൊക്കെ ഈ സ്വന്തം പേരിൽ തന്നെ ചോദിച്ചാൽ കുറേ കൂടി നല്ലതായിരുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ജയിലിലേക്ക് വരും മുമ്പ് ശ്രീ ഷാജി ഭാസ്കരൻ പറയുന്നു പഹൽഗാമിലെ കുറ്റവാളികളെ പിടിച്ചോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ജോസഫ് KM പറയുന്നു ഇന്ത്യൻ പ്രതിപക്ഷം ആർക്ക് മാതൃക, ജനങ്ങൾക്കാണോ എന്ന് ചോദിക്കുന്നു. ഓരോരുത്തർക്കും അതിൻ്റെ അഭിപ്രായം പറയാം. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ധീരമായ നേതൃത്വം കൊടുത്ത ശക്തമായ മോദി ഗവൺമെന്റിന് അനുമോദനം എന്ന് ജോസഫ് KM പറയുന്നു. പ്രതിപക്ഷം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ്, നമ്മൾ എന്ത് കുറ്റം കണ്ടുപിടിക്കാമെന്ന് റിസർച്ച് ചെയ്യുക ഇവർ എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു POK പിടിച്ചെടുക്കാൻ പറ്റുന്ന അവസരമായിരുന്നു, ഒപ്പം തീവ്രവാദത്തിന് ഒരു എൻഡ് ആകുമായിരുന്നു, പിന്നെ ബോർഡറിലെ ജനങ്ങളെ സേഫ് ആക്കിയിട്ട് തിരിച്ചടി കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു ഒക്കെ ശ്രീ പറയുന്നുണ്ട്. ശ്രീ, അങ്ങനെ നമുക്ക് ഒരു രാജ്യമൊക്കെയാണ്, നമുക്ക് അങ്ങനെ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യണം, തിരിച്ചടിക്കണം, പാകിസ്ഥാനെ ഇല്ലാതാക്കണം എന്നൊക്കെ. അങ്ങനെ അത് പക്കമായ ഒരു രാജ്യത്തിന് അത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി. അവരുടെ ഭീകര കേന്ദ്രങ്ങൾ 9 പ്രധാനപ്പെട്ട 3 പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തിന് തന്നെ ഭീഷണിയായ 3 പ്രധാനപ്പെട്ട തീവ്രവാദി സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ-ഇ-തൊയ്ബ ആയാലും ഹിസ്ബുൾ മുജാഹിദിനാലും അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ മിസൈൽ കൃത്യമായി നമ്മുടെ മിസൈലുകൾ വർഷിച്ചത്. അതൊക്കെ നശിപ്പിച്ച ശേഷമാണ് അവർ പ്രധാന നേതാക്കളെ അടക്കം കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ്, അല്ലാതെ എപ്പോഴും ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക, അങ്ങനെ യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളതല്ല ഇന്ത്യയുടെ നിലപാട്. ഭാരതത്തിന് ഒരുപാട് പാക് അനുകൂലികളുണ്ട്, അവരെയാണ് ആദ്യം പുറത്താക്കേണ്ടതെന്ന് സുനിൽകുമാർ പറയുന്നു. അത്
അതോടൊപ്പം തന്നെ മറ്റു ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ശ്രീമതി ജയയിലേക്ക്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടിനെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും പ്രതിപക്ഷം നമ്മുടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിന്റെ കൂടെ നിന്നത് തന്നെയാണ്. ശരി, ഓക്കെ. ശ്രീ വോക്കൽ ട്യൂൺസ് പറയുന്നു, അതിർത്തി മാറി പാകിസ്ഥാനിൽ പെട്ടുപോയ നമ്മുടെ സൈനികൻ എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയുന്നു. സന്ദീപ് കൊങ്ങണി എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോഴും അവരുടെ പിടിയിലാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്വാഭാവികമായും ഇനിയിപ്പോൾ ഒരു വെടിനിർത്തലിലേക്കൊക്കെ എത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യ എന്തായാലും അത്തരം കാര്യത്തിലൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഇടപെടും. ഒരു മുൻ കരസേനാ മേധാവി പറഞ്ഞു, ഈ അവസരം നമ്മൾ വെടിനിർത്താതെ പാകിസ്ഥാനെ 4 കഷ്ണം ആക്കി ഇല്ലാതാക്കണമായിരുന്നു എന്ന്. ശരിയായെങ്കിൽ ഒരു ശല്യം എന്നേക്കുമായി തീർന്നതെന്ന് സുനിൽകുമാർ പറയുന്നു. സുനിൽകുമാർ, പലപ്പോഴും ഈ മുൻ കരസേനാ മേധാവി അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാലും അങ്ങനെയല്ല. കരസേനാ മേധാവിയും ഒക്കെ ആയുധമെടുത്ത് പോരാടുന്ന പട്ടാളത്തിൻ്റെ തലവന്മാർക്ക് എപ്പോഴും അക്രമോത്സുകമായ ഒരു നിലപാടൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അങ്ങനത്തെ ഒരു നിലപാടല്ല. അവർ കുറേ കൂടി പക്വതയുള്ള നിലപാടായിരിക്കും. സൈന്യത്തിന് എപ്പോഴും ആ തരത്തിലേക്ക് അടിക്കുക, തിരിച്ചടിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് സൈന്യം. അതങ്ങനെയാണ് വേണ്ടതും. പക്ഷേ രാജ്യം ഭരിക്കുന്ന, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളക്കാർ അല്ല, അതെപ്പോഴും ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ പക്വമായ നിലപാടാണ് ഇക്കാര്യത്തിലടക്കം സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് മാത്യു CP പാലയോയ്ക്കുന്നു. രാഹുൽ ഗാന്ധി അല്ല, ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ നിലപാടിനകത്ത് ഇന്ത്യക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഏത് പ്രധാനമന്ത്രി വന്നാലും തുടരുന്നത്. മോഡിയുടെ നല്ല ടീം വർക്ക് എന്ന് പറയുന്നു. 1971 അന്നത്തെ അവസ്ഥയല്ല ഇപ്പോൾ. അന്ന് ആണവായുധമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? പാകിസ്ഥാൻ അണുബോംബ് വിട്ടാലുള്ള അവസ്ഥ എന്താവും? പാകിസ്ഥാനിൽ അണുബോംബ് വിട്ടാലും ലോകത്തിൻ്റെ സർവ്വനാശമായിരിക്കും ഫലമുണ്ടാകുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിനും മറ്റു രാജ്യത്തിനും മേൽ അണുബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മാത്രമായി, ശത്രുവിനെ മാത്രമായി നാശമുണ്ടാക്കാനൊന്നും അണുബോംബിന് കഴിയില്ല. എല്ലാവർക്കും നാശമുണ്ടാകും. ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. ഇന്ത്യ എന്ന ഉയിർ മാത്രം. എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നു. മാനുസ് ഫാസിയാണ് അത് പറയുന്നത്. വാർത്ത വായിക്കുന്ന ശ്രീ ഭാരത് മാതാ കീ ജയ് എന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നത്. അതെന്താണ് ഇപ്പോഴെന്തിനാണ് അങ്ങനെ ഭാരത് മാതാ കീ ജയ് പറയേണ്ടത്? മുദ്രാവാക്യം വിളിക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഇപ്പോൾ. ശ്രീ അഭി നായർ, ഇതിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി, ചൈന പാകിസ്ഥാന് കൊടുത്ത സാധനങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയുന്നു. ശ്രീ സുധൻ കുമാറാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. സർക്കാരിൻ്റേത് പക്വമായ തീരുമാനമാണ് എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. ഗോപികൃഷ്ണൻ വാര്യരാണ് അത് പറയുന്നത്. എല്ലാവർക്കും നന്ദി പറയുന്നു ശ്രീ മനൂസ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രോഹിത്താണ് ദുബായിൽ നിന്ന്. ശ്രീ രോഹിത്ത്, ഈ ദുബായിൽ നിന്നൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്കൊക്കെ പോയാൽ ഇന്ത്യക്കാരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ആശങ്കയുള്ള ഒരാളായിരിക്കും ഈ ഗൾഫ് നാടുകളിലൊക്കെ താമസിക്കുന്ന പ്രവാസികളായ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർ. നിങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയെ കണ്ടത്? എന്തായാലും അത് ആ കാർമേഘം ഒഴിഞ്ഞു പോയതെന്നിൽ വലിയ ആശ്വാസമുണ്ട് അല്ലേ? അതെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ട് ഈ വാർത്ത കേട്ടതിൽ. കാരണം യുദ്ധം എപ്പോഴും പറഞ്ഞോളൂ തുടർന്ന് പോകുമ്പോൾ അത് വളരെ 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 കഷ്ടമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 2 ചാനലുകളും പാകിസ്ഥാൻ ചാനലുകളും ഇവിടെ കാണാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കംപ്ലീറ്റ് പിക്ചർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നെല്ലാം പറയുന്നത് തികച്ചും നിരുത്തരവാദപരമാണ്. കാരണം ഇപ്പൊ പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അവിടെ വിളിച്ച് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അടി കൂടുന്നത്, ഇതിന് അഡ്വാൻറ്റേജ് എടുക്കുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ യാതൊരു ഗുണവും. അതിന്റെ കാര്യങ്ങൾ അവസാനിച്ചില്ല. അവസാനിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും പാർലമെന്റ് വിളിച്ചു ഇന്ത്യയെ കൂടി അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുകയും സർവ്വക്ഷയോഗത്തിലടക്കം പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തതല്ലേ? അല്ല, അങ്ങനെ ഒരു പേരിന് വേണ്ടി ഒരു പറയാതല്ലാതെ ആളുകൾക്ക് പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം അറിയേണ്ടത് എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവരുടെ അറിയാലോ. ഇതിനുള്ളിൽ കയറി തല്ലുവിടേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതല്ല അതിന്റെ ഉദ്ദേശം. അതിവിടെ കയറി ചളി അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇപ്പൊ എന്തായാലും ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതിന് അവര് വളരെയധികം മെച്യൂരിറ്റിയോട് കൂടി അവരത് വെയിറ്റ് ചെയ്ത് കോൺഗ്രസിന് അതിൻ്റെ ചാൻസ് വരും. ഞാൻ ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് ഇന്ദിരാഗാന്ധി വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതേസമയം കോൺഗ്രസിനും അവരുടെ സമയം വരുമ്പോൾ അവർക്ക് അതിനുള്ള സമയം കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കണം. ഇതിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ 10-30ഓളം ആളുകളെ വെടിവെച്ച് കൊന്നിട്ടുള്ള ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രക്ഷയുമില്ലാതെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കടുങ്കൈയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ത്യക്ക് വാറിന് പോകാനുള്ള യാതൊരു താല്പര്യമില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈവൻ പാകിസ്ഥാനും പോലും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് ഇവര് കോൺഗ്രസ് കൊടുത്തിട്ടുള്ള സപ്പോർട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മിഥുനാണ് കൂത്തുപറമ്പിൽ നിന്നും. ശ്രീ മിഥുൻ,
താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്? ഒരു പക്വതയുള്ള നിലപാടായി തന്നെയാണോ താങ്കൾ അതിനെ കാണുന്നത്? ഇപ്പോഴത്തെ ഇന്ത്യന്റെ പ്രതിപക്ഷ നിരക്ക് എപ്പോഴാണ് പക്വത വരിക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. എന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത്? കോഴിക്ക് മുല വരുന്ന പോലെയാണ് അവർക്ക് ഇനി അവർക്ക് കോഴിക്ക് മുല വരുന്നതിന് തുല്യമായിരിക്കും അവർക്ക് പക്വത വരുന്ന കാര്യം. പക്വതയില്ലാത്ത എന്ത് നിലപാടാണ് ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചത്? ഇത്രയും ഭംഗിയായിട്ട് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇറങ്ങി നശിപ്പിച്ച് അവരുടെ ഒമ്പതോളം അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അടിച്ചു പൊളിച്ചു. അതുകൂടാതെ അതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ എയർബേസുകളും മറ്റും വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി എത്രയൊക്കെ കാലം കഴിഞ്ഞാലും പാകിസ്ഥാനെ ഡയറക്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യാനാവാത്ത രീതിയിലേക്കുള്ള ഇതിനല്ല താങ്കൾ ഈ പക്വതയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പക്വതയില്ലാത്ത എന്ത് നിലപാടാണ്? സർവകക്ഷി യോഗത്തിലാണല്ലോ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഔദ്യോഗിക നിലപാടിൽ ഏതെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്ക ട്രംപ് വന്നിട്ട് ഒരു ട്വീറ്റ് ചെയ്തതിന്റെ പേരിൽ അതിന് വേണ്ടിയിട്ട് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പറയുക. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഈ വിഷയം കഴിഞ്ഞ് ഇപ്പോൾ സമാധാനത്തിലേക്ക് എത്തി, രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള രാജ്യത്തിന് അറിയണ്ടേ? സമാധാനത്തിലെത്തിയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അല്ല, ഇന്ത്യ സ്ഥിരീകരിച്ചു, വെടിനിർത്തൽ സ്ഥിരീകരിച്ചു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ലോകത്തിന് അറിയണ്ടേ? സീസ് ഫയർ ഇപ്പൊ സംഭവിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇതിനിടയിൽ തന്നെയല്ലേ നമ്മൾ സർവകക്ഷി യോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു പോയത്? അങ്ങനെയല്ലേ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്? ജനാധിപത്യ രാജ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഈ ജനങ്ങളെ മുന്നിൽ അനാവശ്യമായിട്ട് അവരുടെ കണ്ണിൽ പൊടിയിടാനും പൊളിറ്റിക്കൽ ഗെയിനും വേണ്ടിയിട്ട് താങ്കൾ പറഞ്ഞത് ഇന്ത്യയിലെ ഒരു മിനിറ്റ് ഞാൻ നിൽക്കൂ. താങ്കൾ പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പക്വതയില്ല, അവർ കോഴിക്ക് മുല വരുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പക്വതയില്ലാത്ത എന്ത് നിലപാടാണ് ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യയിലെ ഏത് പാർട്ടിയാണ് എടുത്തത്? എന്താണ് പറഞ്ഞത്? അത് പറ. സർവകക്ഷി യോഗത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. പിന്നെ ഏത് കാര്യത്തിലാണ് നിലപാട് സ്വീകരിക്കുന്നത്? അവിടെയല്ലേ നിലപാട് സ്വീകരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയേണ്ടത് ആവശ്യമല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ. സീസ് ഫയർ കഴിഞ്ഞിട്ട് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ പാർലമെന്റ് സമ്മേളനം വിളിക്കണം, അവരെന്ത് പറഞ്ഞു എന്ന് പറയണം, ഇവരെന്ത് പറയുന്നു പറയുന്നതിന് പകരം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇവരുടെ ഇന്നും വാർത്താ സമ്മേളനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് തന്നെ പറയാമല്ലോ. ഞങ്ങള് 2 ദിവസം കഴിഞ്ഞാൽ ഇതിന് മറുപടി പറയാമല്ലോ. ഇപ്പോഴും അപ്ഡേറ്റുകൾ അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. അതോറിറ്റീസ് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ചുമ്മാ ഇങ്ങനെ വിളിച്ച് എന്തെങ്കിലും ഇപ്പൊ തന്നെ പാർലമെന്റ് സമ്മേളനം വിളിക്കണം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് ഒരു സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാവരും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ശ്രീ മിഥുൻ, അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന നിലപാടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചത്. പിന്നെ താങ്കൾ പറയുന്നത് അവർക്ക് പക്വതയില്ലെന്ന് പറഞ്ഞാൽ എന്താണ് പക്വതയില്ലാത്തതെന്ന് പറയുന്നത്? താങ്കൾ ഇപ്പോഴും പറയുന്നത് ഇവരിപ്പോ പെട്ടെന്ന് ഇത് വിളിക്കേണ്ട ഒരു സമയമല്ല, ഇത് കഴിഞ്ഞില്ലേ, വിളിക്കേണ്ട ഒരു സമയമായിട്ടില്ല. അത് സർക്കാർ അത് വിശദീകരിക്കാമല്ലോ. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് മറുപടി പറയാൻ പ്രതിപക്ഷം അവരുടെ ആവശ്യം ഉന്നയിക്കില്ലേ? ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയുടെ ഈ ബുദ്ധിപരമായ തീരുമാനങ്ങളും മുഴുവൻ ശശി തരൂരും അതുപോലെ തന്നെ യുദ്ധത്തിലേക്ക് പോവാണ്ട് ഇത് അവസാനിപ്പിച്ച് നിലപാടിന് പി ചിദംബരം പോലും ഇപ്പോ പ്രൈസ് ചെയ്തിട്ട് സംസാരിച്ചു. എല്ലാവരും അങ്ങനെ സന്ദർഭങ്ങൾ സമചിത്തതയുടെ കാര്യങ്ങൾ സംസാരിക്കാതെ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം എന്നാണ് പ്രതിപക്ഷം ശ്രദ്ധിക്കേണ്ടത്. അതെ, ഒരു പബ്ലിക് മീഡിയ പോലും അതിനുവേണ്ടി ഒരു ഫേസ്ബുക്ക് പോലോ ഒരു സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കരുത് എന്നാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ നിലപാടിനെ കാണുന്നത്? നമസ്കാരമുണ്ട് ശ്രീ പ്രദീപ്. ആദ്യം താങ്ക്സ് ടു ഇന്ത്യൻ മിലിറ്ററി ആൻഡ് എൻറ്റയർ മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. കാരണം അഭിനന്ദനങ്ങളും അവരെ ഒന്നും അറിഞ്ഞൂടെ എന്താണ് അവർ ഇത്രയും പറയേണ്ടതെന്ന്. കാരണം ഇത്രയും പക്വതമായിട്ട് അവര് ഒരു ആക്ട് എടുത്തു, അത് വളരെ നല്ല കാര്യം. ഞാനൊരു തെരുവ് ഗുണ്ടയെ പോലെ ഞാൻ പറഞ്ഞിരുന്നു അടിക്കണം, അവന്റെ തലയ്ക്ക് തന്നെ അടിക്കണമെന്ന്. അത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, അത് അങ്ങനെ സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇന്ത്യയുടെ ഹൃദയത്തെയാണ് അവർ കുത്തി നോവിച്ചത്. അപ്പൊ ഇന്ത്യ എന്നൊരു പാകിസ്ഥാൻ എന്നൊരു തെന്മാടി രാജ്യത്തെ ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യം കൈയും കെട്ടി നോക്കില്ല. ഇന്ന് അങ്ങനെ നോക്കാനുള്ള നേതാക്കൾ ആരുമല്ല. പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട ഒരാളും കൂടെ ഉണ്ട്, ശ്രീമാൻ നമ്മുടെ രാഹുൽ ഗാന്ധി. അദ്ദേഹം വളരെ പക്വമായി, വളരെ മാനറായിട്ട്, ഇത്രയും നന്നായിട്ടൊക്കെ അദ്ദേഹം ഈ ഇടയ്ക്ക് ബിഹേവ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായി അദ്ദേഹത്തിന് റിയലി താങ്ക്സ് ടു ഹിം. പിന്നെ മാധ്യമങ്ങൾക്ക് ഒരു നന്ദി പറയാനുള്ളതിൽ ഏറ്റവും മാധ്യമത്തിന് നന്ദി പറയേണ്ടത് മിസ്റ്റർ കിരൺ, താങ്കൾ പ്രതിനിധീകരിക്കുന്ന ന്യൂസ് 18 ചാനൽ.
മറ്റുള്ളവരെല്ലാം ഫുട്ബോൾ കമന്ററി പോലെയും വള്ളം കളി പോലെയും വന്നു കിടന്ന് ബഹളം വെച്ചപ്പോൾ ആ യുദ്ധ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ വളരെ പക്വമായി അതിന് പെരുമാറി. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാടൊന്നും പറയണില്ല. അഭിമാനം ഇന്ത്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ പറഞ്ഞോട്ടെ, ടൈംസ് ഓഫ് ഇന്ത്യ, ഗ്ലാഡിയൻ, അതേപോലെ തന്നെ റോയൽ ഗസറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പത്രങ്ങള് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പറഞ്ഞത് അൺബിലീവബിൾ, ദ പെർഫോമൻസ് ഓഫ് ഇന്ത്യ, unbelievable. So I am also thanks to all of entire Indian people. Thank you so much. ഓക്കെ, എന്തായാലും താങ്കളുടെ നല്ല വാക്കുകൾക്ക് പ്രത്യേക നന്ദി. പലപ്പോഴും പ്രതിയുമായിട്ട് വരുന്നത് നമ്മുടെ തർക്കങ്ങളൊക്കെ ഏർപ്പെടാനുള്ള ആൾ കൂടിയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. അങ്ങനെ അതിൽ ഒരു പോസിറ്റീവായ കാര്യങ്ങളിൽ പോസിറ്റീവായും പ്രതികരിക്കുന്നു. എന്തായാലും നല്ല താങ്കളുടെ പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുകയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിജു ആണ് വടകരയിൽ നിന്ന്. ശ്രീ ബിജു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്? പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികളാകെ സർക്കാരിനെതിരെ വാളെടുത്ത് നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോടുകൂടി ഇത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന് ഒപ്പമുണ്ട് എന്ന് പറയുന്നു. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ബിജു, കേൾക്കാമോ? ശ്രീ ബിജുവിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം.